നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ആദ്യം ലൈൻ വരച്ച് ഞാൻ സ്റ്റിച്ച് കാണിക്കാം. അതിനുശേഷം നമുക്ക് ഷേപ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം. ഞാനിവിടെ പാരലൽ ലൈൻസ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് എപ്പോഴും പാരലൽ ലൈൻസ് വരച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇവിടെ സിൽക്ക് ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കോട്ടൺ ത്രെഡ് യൂസ് ചെയ്ത് വേണേലും ചെയ്യാം. സിൽക്ക് ത്രെഡ് ഡബിൾ കളറാണ്. ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് 6x6 ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ വലിയ ഹോളുള്ള ഏത് നീഡിൽ വേണേലും നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിക്ക് യൂസ് ചെയ്യാം. നീഡിൽ നമ്പർ 5, 6, 7 അങ്ങനെ ഏത് വേണേലും യൂസ് ചെയ്യാം. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ത്രെഡിനെ ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കെട്ട് വീഴാതെ ചെയ്യാൻ പറ്റും. താഴത്തെ ലൈനിൽ നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്യേണ്ട സ്ഥലത്ത് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ലൈനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ മതി. ലൈൻ വരയ്ക്കാതെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. പക്ഷേ ബിഗിനേഴ്സ് ലൈൻ വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ഡിസൈനൊക്കെ ചെയ്യാൻ ഈസി ആയിരിക്കും. ഈ ഒരു പോയിന്റിലാണ് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കേണ്ടത്. അപ്പോൾ താഴത്തെ ലൈനിൽ നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഇനി കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ച പോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക, റൈറ്റ് ഹാൻഡിൽ നീഡിൽ. ഇനി നീഡിലിനെ ഇപ്പം നമ്മൾ മുകളിലേക്ക് ത്രെഡ് എടുത്തില്ലേ, ആ ഒരു പോയിന്റിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് നീഡിലിനെ താഴേക്ക് ഇറക്കണം. റൈറ്റ് ഹാൻഡ് കൊണ്ട് താഴേന്ന് നമുക്ക് ത്രെഡിനെ വലിക്കാം. പക്ഷേ ഫുൾ ത്രെഡ് താഴോട്ട് പിടിക്കരുത്. ഇനി മുകളിലത്തെ ആ ഒരു ലൈൻ ഉണ്ടല്ലോ, മുകളിലത്തെ ലൈനിലേക്ക് നമ്മൾ നീഡിൽ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് അതിൽ ചുറ്റി കൊടുത്തതിന് ശേഷം നീഡിലിനെ മുകളിലേക്ക് പിടിക്കാം. മുകളിലോട്ട് എടുക്കുന്ന ത്രെഡ് താഴോട്ട് ചരിച്ച് പിടിക്കല്ല, മുകളിലേക്ക് ഫേസ് ചെയ്ത് ചരിച്ച് പിടിക്കണം. എങ്കിലേ ഇതേപോലെ ഒരു ലീഫ് ഷേപ്പ് കിട്ടത്തുള്ളൂ. ത്രെഡ് താഴോട്ട് ചരിച്ച് പിടിച്ച് നമ്മൾ മുകളിലേക്ക് വലിക്കുകയാണെങ്കിൽ ഈ കറക്റ്റായിട്ട് ഈ ഒരു പോയിന്റിൽ പോയി ആ ഒരു ലീഫ് ടച്ച് ചെയ്ത് നിൽക്കത്തില്ല. നമ്മൾ മുകളിലേക്ക് എടുക്കുന്ന ആ ഒരു ത്രെഡിൽ ഈ ഒരു ചെയിൻ ടച്ച് ചെയ്ത് നിൽക്കണം. ഇനി ഈ ഒരു ചെയിനിനെ ലോക്ക് ചെയ്യാൻ ആ ഒരു റിങ്ങിന് വെളിയിലായിട്ട് നീഡിൽ നമുക്ക് താഴേക്ക് ഇറക്കാം. ഇത്രയേ ഉള്ളൂ ലേസി ഡേസി സ്റ്റിച്ച്. ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ ലൈൻ വരയ്ക്കാതെ ചെയ്യാം. താഴത്തെ ലൈനിൽ നീഡിൽ നമുക്ക് മുകളിലേക്ക് എടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിക്കുക. ഇപ്പം നമ്മൾ മുകളിലേക്ക് എടുത്ത പോയിന്റിനോട് ചേർന്ന് തന്നെ ഗ്യാപ്പ് ഇല്ലാതെ നീഡിൽ താഴേക്ക് ഇറക്കണം. താഴേക്ക് എടുക്കുമ്പോൾ ത്രെഡ് ഫുള്ള് താഴോട്ട് എടുക്കരുത്. മുകളിലത്തെ ലൈനിൽ നീഡിൽ ഇതേപോലെ മുകളിലേക്ക് എടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് ആ നീഡിലിൽ ചുറ്റി കൊടുക്കുക. ഇനി നീഡിലിനെ നമുക്ക് മുകളിലേക്ക് പിടിക്കാം. ത്രെഡ് മുകളിലേക്ക് എടുക്കുമ്പോൾ താഴോട്ട് ചരിച്ച് പിടിക്കരുത്. നമ്മൾ എങ്ങോട്ടാണോ ലേസി ഡേസി ചെയ്യുന്നത് ആ സൈഡിലേക്ക് ചരിച്ച് പിടിക്കുക. ഇനി ഈ ഒരു ലൂപ്പിന് വെളിയിലായിട്ട് നമുക്ക് നീഡിൽ താഴേക്ക് ഇറക്കി നോട്ട് കൊടുക്കുക. ഇപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ലേസി ഡേസി സീക്വൻസ് യൂസ് ചെയ്തും ചെയ്യാം. സീക്വൻസ് യൂസ് ചെയ്ത് ആദ്യം ഞാൻ ലൈനിൽ തന്നെ ചെയ്ത് കാണിക്കാം. പിന്നീട് നമുക്ക് ഫ്ലവർ ഡിസൈനൊക്കെ പ്രാക്ടീസ് ചെയ്യാം. താഴത്തെ ലൈനിൽ ത്രെഡ് എടുക്കുക. അതിനുശേഷം അതിന് തൊട്ടടുത്തായിട്ട് നീഡിലിനെ നമുക്ക് താഴേട്ട് പിടിക്കാം. ഇനി മുകളിലത്തെ ലൈനിൽ നീഡിൽ മുകളിലേക്ക് കയറ്റി ത്രെഡ് അതിൽ ചുറ്റി കൊടുത്ത ശേഷം മുകളിലേക്ക് പിടിക്കുക. ഇനി നമുക്ക് എവിടെയാണോ സീക്വൻസ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടേക്ക് സീക്വൻസിനെ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ നമുക്ക് നീഡിൽ താഴേക്ക് എടുക്കാം. സീക്വൻസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ നീഡിൽ നമ്പർ 6, 7 ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അതിൻ്റെ ഐ ഹോള് കനം കുറഞ്ഞതായിരിക്കും. സീക്വൻസിൻ്റെ ഹോളിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നീഡിൽ യൂസ് ചെയ്യണം. സീക്വൻസ് യൂസ് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം. സീക്വൻസ് യൂസ് ചെയ്ത് ചെയ്യുമ്പോഴും നമ്മൾ മുകളിലത്തെ ലൈനിൽ ത്രെഡ് എടുക്കുന്ന വരെ യാതൊരു മാറ്റവും ഇല്ല. ത്രെഡ് കെട്ട് വീഴാതെ സൂക്ഷിച്ചാൽ മതി. ഇനി നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടേക്ക് സീക്വൻസ് വെച്ച് കൊടുത്ത ശേഷം സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ ത്രെഡ് താഴേക്ക് പിടിക്കാം. ഇപ്പോൾ സീക്വൻസ് യൂസ് ചെയ്തും അല്ലാതെയും ലേസി ഡേസി ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി ഒരു മെത്തേഡിലും കൂടി നമുക്ക് ലേസി ഡേസി ചെയ്യാൻ പറ്റും. ഇവിടെ ഈ ഒരു നോട്ട് കൊടുത്തിട്ടില്ലേ, ഈ ഒരു നോട്ട് നമ്മൾ സെയിം കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് കോൺട്രാസ്റ്റ് കളർ ത്രെഡ് യൂസ് ചെയ്തും ഈ ഒരു നോട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നും കൂടി നമുക്ക് പഠിക്കാം. ഫസ്റ്റ് ഞാൻ 2 ലൈൻ വരച്ചു കൊടുക്കുകയാണ്. ആ നോട്ട് കൊടുക്കേണ്ട പോയിൻ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ 2 ലൈൻ വരച്ചത്. ഇനി ഇവിടെ നമ്മൾ നോട്ട് കൊടുക്കുന്നത് മുകളിൽ ഈ ഒരു പോയിന്റിലായിരിക്കുമല്ലോ. അപ്പോൾ ആ നോട്ട് കൊടുക്കേണ്ട പോയിൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കണം. മുകളിലെ ലൈനിൽ നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുക.
ഞാനിവിടെ കോൺട്രാസ്റ്റ് കളർ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് ഗ്യാപ്പിൽ നീഡിൽ താഴേക്ക് ഇറക്കുക. ഇവിടെ നോട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ട് നോട്ട് കൊടുക്കരുത്, ചെറിയ ലൂസിലായിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ലേസി ഡേസി ചെയ്യാം. താഴത്തെ ലൈനിൽ നീഡിൽ മുകളിലേക്ക് എടുക്കുക. ഇനി ഇവിടെ താഴേക്ക് നീഡിലിനെ ഇറക്കണ്ട, അതിന് പകരം മുകളിൽ നമ്മൾ നോട്ട് കൊടുത്തില്ലേ അതിനുള്ളിലൂടെ നീഡിലിനെ ഇതേപോലെ എടുക്കുക. ത്രെഡ് ആ നീഡിലിനുള്ളിലൂടെ എടുത്ത ശേഷം താഴെ നമ്മൾ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിനോട് ചേർന്ന് നീഡിലിനെ താഴേക്ക് ഇറക്കാം. ഇനി ക്ലോത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് നീഡിലിനെ താഴേക്ക് പിടിക്കാം. ഇപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് ഫോം ആയല്ലോ. ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോട്ട് സ്റ്റിച്ച് ചെയ്യണം, അതിനുശേഷം മാത്രമേ താഴേന്ന് ലേസി ഡേസി സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂ. ഒരു പ്രാവശ്യം കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫസ്റ്റ് നോട്ട് സ്റ്റിച്ച് ചെയ്യുക. മുകളിലത്തെ ലൈനിൽ ത്രെഡ് എടുത്ത ശേഷം കുറച്ച് ഗ്യാപ്പിൽ നമുക്ക് നീഡിൽ താഴേക്ക് ഇറക്കാം. ഇതുപോലെ നോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി താഴത്തെ ലൈനിൽ നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുക. ത്രെഡ് ഫുള്ള് മുകളിലേക്ക് എടുത്ത ശേഷം ആ നോട്ടിനുള്ളിലൂടെ നീഡിലിനെ ഇതേപോലെ കയറ്റി ത്രെഡിനെ നോട്ടിനുള്ളിലൂടെ എടുക്കണം. ഇനി നമ്മളിപ്പോൾ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിനോട് ചേർന്ന് നീഡിൽ താഴേക്ക് ഇറക്കാം. ക്ലോത്തിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് നീഡിലിനെ താഴേക്ക് പിടിക്കാം. അപ്പോൾ ലേസി ഡേസി സ്റ്റിച്ച് ഫോം ആകും. ഇനി ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സർക്കിൾ വരച്ച് കൊടുക്കുന്നുണ്ട്. ബിഗിനേഴ്സ് എപ്പോഴും സർക്കിൾ വരച്ച് തന്നെ ലേസി ഡേസി സ്റ്റിച്ച് ഫ്ലവർ ചെയ്യുമ്പോൾ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഒരേ അളവിൽ ലേസി ഡേസി സ്റ്റിച്ച് വന്നില്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിന് ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. എല്ലാ സ്റ്റിച്ചും ഒരേ ലെന്തിലാണെങ്കിൽ മാത്രമേ ഫ്ലവർ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ ലേസി ഡേസി ചെയ്യുമ്പോൾ സെൻറ്ററിൽ എപ്പോഴും നമ്മൾ ബീഡ്സോ സ്റ്റോണോ അങ്ങനെ എന്തെങ്കിലും സെൻറ്ററിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 5mm ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അരി നീഡിൽ യൂസ് ചെയ്ത് സിംഗിൾ ബീഡ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഇനി ഈ ഫ്ലവറിൻ്റെ പെറ്റൽസ് നമുക്ക് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പെറ്റൽസും ഒരേ ഡിസ്റ്റൻസിൽ തന്നെ ചെയ്യാൻ പറ്റും. പെറ്റൽസിൻ്റെ ഡിസ്റ്റൻസ് കൂടിയും കുറഞ്ഞും പോയി കഴിഞ്ഞാൽ ഫ്ലവർ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കത്തില്ല. എല്ലാം ഒരേ ഡിസ്റ്റൻസിലാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിൽ ഫ്ലവർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വരച്ചിരിക്കുന്ന സ്ഥലത്താണ് കേട്ടോ പെറ്റൽസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സെൻറ്ററിലെ ബീഡിനോട് ചേർന്ന് തന്നെ ആ ലൈനിൽ നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഇനി ലെഫ്റ്റ് ഹാൻഡിൽ ത്രെഡ് പിടിച്ചുകൊണ്ട് നമ്മൾ മുകളിലേക്ക് എടുത്ത ആ ഒരു പോയിൻറ്റിൻ്റെ അടുത്ത് തന്നെ നീഡിൽ താഴേക്ക് ഇറക്കാം. താഴേക്ക് ത്രെഡ് ഫുള്ള് വലിക്കരുത്. ഇനി ആ സർക്കിളിൽ ലൈൻ എൻഡ് ചെയ്യുന്നില്ലേ അവിടേക്ക് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കണം. ഇനി ത്രെഡ് ആ നീഡിലിൽ ഇതേപോലെ ചുറ്റുക. ഇനി നീഡിലിനെ നമുക്ക് മുകളിലേക്ക് എടുക്കാം. ത്രെഡ് ഫുള്ളായിട്ട് താഴോട്ട് പോകാതെ ഇതേപോലെ ഒന്നോ രണ്ടോ ഒക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ ത്രെഡായിട്ട് പിടിച്ച് വലിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഈ എക്സ്ട്രാ ഇരിക്കുന്ന ത്രെഡ് താഴേക്ക് പൊയ്ക്കോളും. ഇനി ആ പെറ്റലിൻ്റെ വെളിയിലായിട്ട് നമുക്ക് നീഡിൽ താഴേക്ക് ഇറക്കി നോട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാ പെറ്റൽസും സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഓൺലൈൻ വാട്സപ്പ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ മെസ്സേജ് ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ചാനലിലിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കും അപ്കമിങ് ക്ലാസ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഇതുപോലെ ഫ്ലവർ ഡിസൈൻ ചെയ്യുമ്പോൾ എപ്പോഴും വരച്ചിട്ട് തന്നെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പെറ്റൽസിൻ്റെ നീളം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. അപ്പോൾ ഫ്ലവറിന് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കത്തില്ല. അതുപോലെ വരയ്ക്കുമ്പോഴും സർക്കിൾ ഒരുപാട് ഡാർക്കായിട്ട് വരയ്ക്കരുത്. കാരണം സർക്കിൾ കുറച്ച് പുറത്തേക്ക് കാണുന്നതാണല്ലോ. ലൈൻസ് ഡാർക്ക് ആയാലും കുഴപ്പമില്ല. കാരണം ലൈൻ കവർ ചെയ്ത് നമ്മൾ ഓരോ പെറ്റൽസ് സ്റ്റിച്ച് ചെയ്യല്ലേ, അപ്പോൾ പുറത്തേക്ക് അധികം കാണത്തില്ല. പക്ഷേ ഇതുപോലെ ഗ്യാപ്പിൽ പെറ്റൽസ് ചെയ്യുമ്പോൾ സർക്കിൾ പുറമേ കാണും. അപ്പോൾ അതുകൊണ്ട് സർക്കിൾ ഡാർക്കായിട്ട് വരയ്ക്കരുത്. അതല്ലെങ്കിൽ ഫുള്ള് ഫില്ലിംഗ് ആയിട്ട് പെറ്റൽസ് ചെയ്യുകയാണെങ്കിൽ സർക്കിൾ ഡാർക്കായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുക്കാം. എൻഡ് നോട്ട് കൊടുക്കാൻ ആ സെൻറ്ററിലെ ബീഡിനോട് ചേർന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറമേ സ്റ്റിച്ചൊന്നും കാണത്തില്ല. ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് സീക്വൻസ് യൂസ് ചെയ്തുകൊണ്ട് ഫ്ലവർ ചെയ്യാം. ഇവിടെ നമുക്ക് സർക്കിൾ ഡ്രോ ചെയ്തതിന് ശേഷം ഫ്ലവർ സ്റ്റിച്ച് ചെയ്താൽ മതി. സർക്കിളിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോ സൈഡും പെറ്റൽസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പെറ്റൽസ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ചിങ് ഈസി ആയിരിക്കും. ആ ഒരു മാർക്ക് ചെയ്ത ലൈനിലൂടെ നമുക്ക് പെറ്റൽസ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇവിടെ ഞാൻ ഡാർക്ക് ബ്ലൂ കളർ സീക്വൻസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ക്യാമറയിൽ ബ്ലാക്ക് കളർ പോലെയാണ് തോന്നുന്നത്, പക്ഷേ ഡാർക്ക് ബ്ലൂ കളറാണ്.
സെൻറ്ററിലെ സ്റ്റോണിനോട് ചേർന്ന് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കാം. ഇനി ആ മുകളിലേക്ക് എടുത്ത പോയിൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നീഡിൽ താഴേക്ക് ഇറക്കാം. താഴേക്ക് ഫുള്ള് ത്രെഡ് എടുക്കരുത്, കുറച്ച് ബാക്കി നിർത്തിയ ശേഷം നമുക്ക് ആ സർക്കിളിലെ ലൈൻ എൻഡ് ചെയ്യുന്ന പോയിൻ്റില്ലേ, ആ പോയിൻറ്റിലേക്ക് നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കുക. ഇനി ഈ ത്രെഡിനെ ആ നീഡിലേക്ക് ഇതേപോലെ ചുറ്റി കൊടുക്കുക. ഇനി സീക്വൻസ് നമുക്ക് എവിടെയാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇനി സീക്വൻസിൻ്റെ സെൻറ്ററിലെ ഹോളിലൂടെ നമുക്ക് നീഡിലിനെ താഴേക്ക് എടുക്കാം. ഇതേപോലെ ഫുള്ള് സർക്കിൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സർക്കിളും ലൈൻസും ഒക്കെ ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചെയ്യാൻ ഈസിയാണ് കേട്ടോ. ആ ലൈനിലൂടെ നമുക്ക് ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്താൽ മതി. അതേസമയം നമ്മൾ ഇതുപോലെ ഡ്രോയിങ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെറ്റൽസ് കറക്റ്റ് ലെന്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഫ്ലവറിന് ഫിനിഷിംഗ് ഉണ്ടായിരിക്കില്ല. ഇവിടെ സീക്വൻസിന് പകരം ബീഡ്സോ അല്ലെങ്കിൽ കട്ട് ബീഡ്സോ ഒക്കെ യൂസ് ചെയ്യാം. സീക്വൻസ് ആകുമ്പോൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇപ്പോൾ ഫുള്ള് ഫ്ലവർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. സെൻറ്ററിൽ ഞാൻ കുന്തൻ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബീഡ് സെൻറ്ററിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇവിടെ എൻഡ് നോട്ട് കൊടുക്കുമ്പോഴും ആ സെൻറ്ററിലെ സ്റ്റോണിനോട് ചേർന്ന് എൻഡ് നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പുറമേ കാണത്തില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്